ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറങ്കി മാങ്ങയും കൊണ്ട് കടിച്ചാപ്പറച്ചി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാൻ കേട്ടോ. ഈ കടിച്ചാപ്പറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാക്കാരം അതൊരു മിഠായിയാണ് കേട്ടോ. അടിപൊളി മിഠായിയാണ്. അപ്പോൾ ഞാൻ പറങ്കി മാങ്ങയും കൊണ്ട് ഉണ്ടാക്കുക എങ്ങനെയെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ പിഴിഞ്ഞെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നീര് വേണം കേട്ടോ എടുക്കാൻ. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പിന്നെ ചേർക്കേണ്ടത് നമ്മൾ ശർക്കര പാനിയാണ് കേട്ടോ. അത് മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ, വെള്ളമായിട്ട് അല്ലാതെ ചേർക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പറങ്കി മാങ്ങ കഷ്ണം വെട്ടിയിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തിന്നാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. ഞാനിത് ചട്ടിയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ പറങ്കി മാങ്ങയുടെ നീര് മാത്രമാണ്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ലോണം മിക്സ് ഒരു 5 മിനിറ്റ് വരെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഇത് എല്ലാം കുറുകി വരണം, അതുവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതങ്ങനെ കുറുകി വരട്ടെ. ഇതിലേക്ക് ഞാൻ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ്, നല്ല പൊടിക്കും വേണ്ട കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്, നല്ല വറ്റി കുറുകി വരണം. ആ സമയത്ത് നമുക്ക് ഈ പൊട്ടുകടല പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഇതിൽ കുറുകാനുണ്ട് കേട്ടോ, നല്ലോണം ഒന്നുകൂടി കുറുകി വരാനുണ്ട്. ആ ടൈമിലേക്കാണ് ഞാൻ പൊട്ടുകടല പൊടിച്ചത് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ചെറുജീരകം പൊടിച്ചതിൽ ചേർത്ത് കൊടുക്കുക. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പറങ്കി മാങ്ങ കാലത്ത് ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പറങ്കി മാങ്ങ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മിഠായിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ലത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനിതാ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടല ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് തീയിന്ന് മാങ്ങ എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ, ഇറക്കി വെക്കുക. അല്ലെങ്കിൽ അത് നല്ലോണം കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടൂല കേട്ടോ ചട്ടിയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പരുവായപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ട് ഇത് തണുത്ത് വരുമ്പോൾ ഇതിങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിച്ചെങ്കിൽ അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഈ ഐസിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറങ്കി മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ കുറേ വേണം കേട്ടോ. കുറച്ച് കിട്ടിയിട്ട് കാര്യമില്ല, 1-2 കിട്ടിയിട്ട് കാര്യമില്ല, കുറച്ചധികം വേണം കേട്ടോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി കടിച്ചാപ്പറച്ചി മിഠായിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.